അരികിൽ രചന ലക്ഷ്മി. അവതരണം സാലിം കരുളായി. ആമി അവളോട് എന്ത് ദ്രോഹമാ ചെയ്തത്? അതൊക്കെ ഇനി പറഞ്ഞിട്ട് എന്താ കാര്യം? അതിൻ്റെ എല്ലാം സമയം കഴിഞ്ഞു. ഞാൻ നിനക്ക് കഴിക്കാനെടുക്കാം. നീ കാര്യം പറയാൻ നോക്ക്. ഞാനിപ്പോൾ എന്ത് പറഞ്ഞാലും നീ വിശ്വസിക്കുമോ? അതുകൊണ്ട് പറയേണ്ടവർ തന്നെ വേണേൽ പറയും, ഇല്ലെങ്കിൽ അറിയണ്ട. ഇതുവരെ ഒന്നും അറിഞ്ഞില്ലല്ലോ, ഇനിയും അങ്ങനെ മതി. ഡാ, കുഞ്ഞു കളിക്കാതെ കാര്യം പറയടാ. ആമി അവളോട് എന്ത് ദ്രോഹം ചെയ്തത് എനിക്ക് അറിയണം. എനിക്ക് പറയാൻ സൗകര്യമില്ല. അതും പറഞ്ഞ് മനാഫ് കഴിക്കാനായി ആഹാരം എടുക്കാൻ തുടങ്ങി. എനിക്കൊന്നും വേണ്ട. അതെന്താ, പട്ടിണി കിടക്കാനാണോ പ്ലാൻ? ഞാൻ എങ്ങനെ കിടന്നാലും നിനക്കെന്താ? ഓക്കെ, വിശക്കുമ്പോൾ പറഞ്ഞാൽ മതി. ഞാൻ എൻ്റെ പെണ്ണിനൊന്ന് കണ്ടിട്ട് വരാം. മനാഫ് വെളിയിലേക്ക് പോയത് ജീവൻ അവൻ പറഞ്ഞ വാക്കിന്റെ പൊരുൾ കണ്ടെത്താൻ ശ്രമിക്കുകയായിരുന്നു. ഇതുവരെ കരച്ചിൽ കഴിഞ്ഞില്ലേ? ഇതിനു വേണ്ടി എന്താ ഇവിടെ ഇപ്പം ഉണ്ടായത്? വാതിലിൽ മനാഫിനെ കണ്ടതും റോസിൽ ബെഡിൽ നിന്ന് എഴുന്നേറ്റു. നിങ്ങളോട് ആരാ ഇവിടേക്ക് വരാൻ പറഞ്ഞത്? എനിക്കൊന്ന് സ്വസ്ഥമായിരിക്കണം, ഒന്ന് പോയിത്താ. ഈ ഒറ്റയ്ക്ക് ഇരിക്കുമ്പോൾ ഓരോന്നോർത്തും ഇല്ലാത്ത സങ്കടങ്ങൾ കൂടും. അല്ലേ പിന്നെ എന്തെങ്കിലും കണക്കൂടലൊക്കെ എടുക്കും. ഇതിലേതായാലും എനിക്ക് താല്പര്യമില്ല. അതുകൊണ്ടാണ് കമ്പനിക്ക് ഞാൻ വന്നത്. എനിക്ക് ആരുടെയും കമ്പനിയും വേണ്ട, ഒന്നും വേണ്ട. കുറച്ച് മനസ്സമാധാനം തരുമോ? ഞാൻ കാരണം ഇനി സമാധാനം പോകണ്ട. ഒരു കാര്യം പറഞ്ഞിട്ട് ഞാൻ പൊക്കോളാമേ. എന്താ അത്? ഉമ്മയെ വിളിച്ച് അമ്മച്ചി സംസാരിക്കുന്നു. അവിടെ ഉമ്മ ഭയങ്കര സന്തോഷത്തിലാ. എത്രയും വേഗം നടത്താനാ പറയുന്നത്. എന്ത് നടത്താൻ? അത് ശരി. എടോ, നമ്മുടെ നിക്കാഹ് അതിന് വെച്ച് താമസിപ്പിക്കണമെന്നാ എല്ലാവരും പറയുന്നത്. എനിക്കും അതാ താല്പര്യം. ആരോട് ചോദിച്ചിട്ടാ ഇതിനാ തീരുമാനിച്ചത്? എന്റെ തീരുമാനം ആർക്കും അറിയണ്ടേ? നമ്മൾ സംസാരിക്കുന്ന അവർ കണ്ടിരുന്നു. തനിക്ക് മോക്കിയാണെന്ന് ഞാനാ പറഞ്ഞത്. റോസലിൻ ദേഷ്യത്തോട് അവന്റെ ഷർട്ടിന്റെ കോളിൽ കയറി പിടിച്ചു. എന്താ തന്റെ ഉദ്ദേശം? പറയടോ. സത്യം പറഞ്ഞ പണം തന്നെയാ. നിന്നെ കിട്ടിയ പിന്നെ ഞാൻ ആരാ? കോടിക്കണക്കിനല്ലേ ഉള്ളത്. എന്നെ കെട്ടാമെന്നുള്ളത് തന്റെ വെറും സ്വപ്നം മാത്രം. വെറും സ്വപ്നം. ഞാനല്ലാതെ നിന്നെ വേറെ ആര് കെട്ടുമെന്നാടി? ഒരാളുടെ സഹായമില്ലാതെ ആ കട്ടിലിൽ നിന്ന് അനങ്ങാൻ പോലും പറ്റാതെ കിടക്കുന്നവനെ ഓർത്താണോ നീ ഇപ്പോഴും ഇരിക്കുന്നത്? നിനക്കൊന്നും വേറെ പണിയില്ലേ? അതേടോ, ആ മനുഷ്യൻ തന്നെയാ എന്റെ മനസ്സിൽ. നിന്നെ പോലെ ഒരു തന്നെ കെട്ടുന്നതിന് നല്ലത് അതുപോലെ ഒരാളെ ജീവിതകാലം മുഴുവൻ കഴിയുന്നതാ. പറയാൻ കൊള്ളാം. പ്രേമവും പറഞ്ഞു ചെന്ന പാട്ടി പായിച്ചതല്ലേ? എന്നിട്ടും അവൾ ഓർത്തിരിക്കുന്നു പോലും. ഇത്രയും മിടുക്കുണ്ടായിരുന്നെങ്കിൽ അന്നേ അമല ചെയ്തു പോയി പറയായിരുന്നില്ലേ? എന്നാ നിന്റെ കൂടെ ഞാൻ നിന്നേനെ. എനിക്ക് എന്റെ കാര്യം മാത്രം നോക്കിയാൽ മതിയായിരുന്നേ. എന്നെ ഞാനത് ചെയ്യുമായിരുന്നു. എല്ലാം അറിയുമ്പോ തകർന്നു പോകും സാറ്. അതുകൊണ്ട് മാത്രം എന്ന് കരുതി അതെന്റെ ദൗർബല്യമാണെന്ന് കരുതരുത്. എന്നിട്ടിപ്പോ നിന്റെ സാറ് ഭയങ്കര സന്തോഷത്തിലാണല്ലോ. നീയാണെങ്കിൽ അതിന് സന്തോഷത്തിൽ. ഒന്ന് പോയി തരുമോ? ഈ ചൂടിന്റെ പകുതിയെങ്കിലും വന്ന് കാണിച്ചിരുന്നെങ്കിൽ വലുതും നടന്നു പോയനെ. ഇനിയിപ്പോ ഒന്ന് മാത്രമേ നിനക്ക് മുന്നിലുള്ളൂ. അവൾക്ക് ആരും മനസ്സിലാവാതെ അവന്റെ മുഖത്തേക്ക് നോക്കി. ഞാൻ തരുന്ന മഹർ സ്വീകരിച്ച് എന്റെ പെണ്ണാവുക, അതിന് നല്ല ഞാൻ ചാവുന്നതാ. അവള് ദേഷ്യത്തിൽ അവനെ പുറത്താക്കി ഡോറടച്ചു. ഡോറിൽ തലചായ്ച്ചു വെച്ചുകൊണ്ട് തന്നെ അവൾ നിലത്തേക്ക് ഊർന്നിറങ്ങി. ഒഴുകിയിറങ്ങുന്ന കണ്ണുനീർത്തുള്ളികൾ അവളിലെ വേദനയെ വിളിച്ചോതി. താൻ ഒറ്റയ്ക്കേ ഉള്ളൂ. മനാഫയുടെ ഡെബിയുടെ ശബ്ദമാണ് ജീവൻ ആമിയും ഒത്തുള്ള ഓർമ്മകളിൽ നിന്നും പുറത്തേക്ക് കൊണ്ടുവന്നത്. അതെ, പകൽ സ്വപ്നം കാണുവാണോ? ഞാൻ ഓരോന്ന് ആലോചിച്ച് കിടന്നതാ. എന്താ ഡെബി പതിവില്ലാതെ എന്നെ കാണാൻ? ഒരു കാര്യം പറയാനുണ്ട്. ഡോക്ടർ ജെയിംസ് എന്നെ വിളിച്ചിരുന്നു. തൻ്റെ സെക്കൻഡ് സർജറി മാർച്ച് 20 ഫിക്സ് ചെയ്യാന്ന് പറഞ്ഞു. ഞാൻ ഓക്കെയും പറഞ്ഞു. നമുക്ക് നെക്സ്റ്റ് മൺഡേ തന്നെ ഹോസ്പിറ്റലിലേക്ക് മാറണം. താനത് പറഞ്ഞിട്ട് മുഖത്തൊരു ഭാവവും ഇല്ലാതെ കിടക്കുന്നവനെ ഡെവി സംശയത്തിൽ നോക്കി. ജീവ, ഞാൻ പറയുന്ന പോലെ കേൾക്കുന്നുണ്ടോ? ഞാനെല്ലാം കേട്ടു. എന്നിട്ട് എന്താ ഒന്നും പറയാത്തത്? നമുക്ക് സർജറി നടത്തേണ്ടേ? നടത്താം. എന്നാൽ അതിനു മുമ്പ് എനിക്കൊരു കാര്യം അറിയണം. എന്ത് കാര്യം? ആമിക്കും റോസലിനിടയിൽ എനിക്കറിയാത്ത പല കഥകളുണ്ടോ? അതെന്താ നീ അങ്ങനെ ചോദിച്ചത്? അതൊക്കെ എനിക്കെങ്ങനെ അറിയാനാ? അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഇവിടെ എല്ലാവരും അറിഞ്ഞിട്ടുണ്ടാവുമെന്ന് എനിക്കറിയാം. അതുകൊണ്ട് ഡെവി സത്യം പറയേ. എടാ, ഒന്നുമില്ല. ഇപ്പൊ റോസലിന്റെ കല്യാണമെല്ലാം ഉറപ്പിച്ചു. നമ്മുടെ മനാഫാണ് ചെറുക്കൻ. അതിനിടയിൽ നീ വേറെ പൊല്ലാപ്പം കൊണ്ട് വരരുത്. എന്ത് പൊല്ലാപ്പാ? ആ കാര്യം ഞാൻ അറിഞ്ഞാൽ പൊല്ലാപ്പാകുമെന്ന് അറിയാമല്ലോ. എങ്കിൽ എനിക്കത് അറിയണം ഡെവി. എടാ, അങ്ങനെയൊന്നുമില്ല. അവര് രണ്ടും നല്ല ഫ്രണ്ട്സ് ആണെന്ന് നീ തന്നെയല്ലേ പറഞ്ഞത്? പിന്നെ എന്താ നിന്നോട് ഒളിച്ചു വെച്ച് അവർക്ക് മാത്രമായി പറയാനുള്ളത്? നീ പറയില്ലല്ലേ? ശരി, വേണ്ട. പക്ഷേ ഇനി എനിക്കൊരു സർജറിയും വേണ്ട. അതിനെ കാര്യം പറഞ്ഞ് ആരും ഇവിടേക്ക് വരണമെന്നില്ല. ജീവന് വല്ലാതെ ദേഷ്യം തോന്നി തുടങ്ങി. മനാഫിന്റെ വാക്കുകളും ഡെബിയുടെ മറുപടിയും അവൻ അത്രത്തോളം സ്വാധീനിച്ചിരുന്നു.
ഇനിയിപ്പോൾ അവർക്കിടയിൽ എന്തെങ്കിലും നടന്നത് തന്നെ വെക്ക്. ഇനി പറഞ്ഞിട്ട് പ്രയോജനം വല്ലതുണ്ടോ? നീ അവളെ കെട്ടുമോ? കെട്ടുന്നതോ കെട്ടാത്തോ അല്ല ഇവിടുത്തെ വിഷയം. ഞാൻ ചോദിച്ചതിന് മറുപടി ഉണ്ടോ? അത് ഞാനല്ല പറയേണ്ടത്. അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് പറയേണ്ട ആള് ഇവിടെ തന്നെ ഉണ്ടല്ലോ. അവളെ ഞാൻ ഇവിടേക്ക് വിടാം. നേരിട്ട് ചോദിച്ചോ. ഡെബി പുറത്തേക്ക് പോയതും ജീവൻ ഒന്നും പറയാതെ പുറത്തേക്ക് നോക്കിക്കിടന്നു. ജീവന്റെ മുറിയിൽ നിന്നും തിരിച്ചു വരുന്ന ഡെബിയെ നോക്കി നഖവും കടിച്ച് നിൽക്കുകയാണ് വൈക. അവനെ കണ്ടതും അവൾ അടുത്തേക്ക് വന്നു. എന്തായി? എല്ലാം പറഞ്ഞോ? നമ്മളായിട്ടല്ലല്ലോ പറയേണ്ടത്, അവൾ തന്നെ പറയട്ടെ. മനാഫ് അവളുടെ മുറിയിലേക്ക് പോയിട്ടുണ്ട്. ഈ കണക്കിനാണെങ്കിൽ ആ പാവത്തിന് റോസ് പലതും ചെയ്യും കേട്ടോ. പറഞ്ഞു കഴിഞ്ഞില്ല. ദേ വരുന്നു നമ്മുടെ നടൻ. അവൾ അവിടെ കിടന്ന് ഭയങ്കര കരച്ചില്ല. അത് കേട്ട് നിൽക്കാൻ പറ്റുന്നില്ല. എത്രയും വേഗം ഇതിനൊരു തീരുമാനം ഉണ്ടാക്കണം. ഇല്ലെങ്കിൽ എനിക്ക് പോലെ വിഷം തരോ പെണ്ണ്. അവള് പിടിച്ച കഴുത്ത് തഴവിക്കൊണ്ട് പറയുന്നവനെ കാണുകെ വൈകിയും ഡെവിയും പരസ്പരം നോക്കി ചിരിച്ചു. ചിരിക്ക് നല്ലൊരു കാര്യത്തിനായതുകൊണ്ടാ. ഇവിടെ എന്തായി കാര്യങ്ങള്? റോസിനോട് നേരിട്ട് ചോദിക്കാൻ പറഞ്ഞ് ഞാനിറങ്ങി. ഇനി അവളെ ചെന്ന് വിളിക്കണം. അതിന് ടീച്ചർ പോകും. അത് ഞാൻ ഏറ്റു. എന്താ പിന്നെ വേഗം ചെന്നോ? അല്ലേ പിന്നെ ആ പെണ്ണ് വല്ല മണ്ടദ്രോം ചെയ്യും. ആ വഴിക്കാക്കിയിട്ടാണല്ലേ വന്നത്. വൈകി അതും പറഞ്ഞ് മുകളിലേക്ക് നടന്നു. അല്ല, എല്ലാം നമ്മൾ വിചാരിച്ച പോലെ നടക്കില്ലേ? നടക്കാതെ എവിടെ പോവാനാ? ഞാൻ കല്യം പയ്യോ അഞ്ഞ കൊച്ചി ഷറ്റ് പഞ്ഞയാ. ചോ, എന്നിട്ട് ഞാൻ അഞ്ഞില്ലല്ലോ. ജോയിയുടെ മുറിയിലിരുന്ന് കാര്യമായ സംസാരത്തിലാണ് രണ്ടുപേരും. വിഷയം ജീവനും റോസിലിനും തന്നെ. ഞാനും ജീവ പറഞ്ഞപ്പോലെ അഞ്ഞേ അവര് കല്യാണം കാച്ചിയാ. മഫാനും അഞ്ചി കല്യാണം കാച്ചുവോ? ആ എങ്ങനെ പറ്റും? ഒരാളും അല്ലേ കല്യാണം കാച്ചു. മഫൻ വേറെ കച്ചനും. പാവല്ലേ മഫാന്. നമുക്ക് ജെബി ഒരു പറഞ്ഞാലോ? ആയിക്കോല്ലാം വാ. രണ്ടും കയ്യിൽ പിടിച്ച് താഴേക്ക് ഓടി. അപ്പോഴാണ് വൈക മുകളിലേക്ക് കയറുന്നത്. രണ്ടുപേരും ഇതുവരെ എവിടെയായിരുന്നു? ജോപ്പാപ്പേന്റെ മുരിയില്. മൈലാഞ്ചി ഉണക്കി കാണും. മോളിക്കുട്ടിയുടെ അടുത്ത് ചെന്ന് കഴുകാൻ നോക്ക്. എല്ലിൽ ഉടുപ്പിലെല്ലാം കളറാകും. അത് കൈകാം. പപ്പറ്റായൻ്റോ അവിടെ നിൽപ്പുണ്ട്. ഓടാതെ പോണേ. ആദ്യം മന്നയും ചെല്ലുമ്പോൾ ഡെബിയും മനാഫും കാര്യമായി സംസാരിക്കുകയാണ്. ഡെബി മുകളിലായിരുന്നോ? മോളിക്കൂടി രണ്ടിനെയും തപ്പി ആ പറമ്പി നടപ്പുണ്ട്. ഞങ്ങളൊരു ശീകരിച്ച് പറഞ്ഞാൽ ഞാൻ വന്നെ. ഇങ്ങ് വാ. ഡെബി താല്പര്യത്തോടെ ചെല്ലുന്നത് കണ്ടത് മനാഫും തലതായതി അവിടെ ഹൈറ്റിനൊപ്പം എത്തി. മനാഫിനൊരു പായാനും ആര്യമോലെ കുഴപ്പാവോ? അന്ന ചോദിക്കുന്നത് കേട്ടത് മനാഫ് ഡെബിയെ നോക്കി. പഴയ അഞ്ഞി മനാഫ് അയ്യേറ്റേ. ഹൈ, നിങ്ങളിങ്ങനെ ടെൻഷൻ എടുപ്പിക്കാതെ കാര്യം പറയേ. മനാഫാണെങ്കിൽ ഓഹോ അങ്ങനെയാണോന്ന് എക്സ്പ്രഷൻ ഇട്ടാണ് നിൽക്കുന്നത്. നിങ്ങൾ അഴിഞ്ഞോ? ജീവ കല്യാണം കാച്ചിയാ. ഭാര്യ എന്നെ അഴിയോ? അയ്യോ, ഇതാണോ ഇത്ര വലിയ സീക്രട്ട്? അതറിയാത്ത ആരാ ഉള്ളത്? ഞാൻ ഇത് വേറെ വല്ലതാണെന്ന്. പൊറ്റ മനാഫേ, നീ കല്യാണം കഴിച്ചാൽ പോകുന്ന ജോസിലിയാൻ്റിയാ ജീവിയുടെ ഭാര്യ. അയ്യോ, ഇതൊക്കെ എപ്പോ? ഒന്നും അറിയത്തില്ല. എന്നിട്ട് കുഞ്ഞു പിള്ളേരെ കലിയാച്ചൻ ചോദിച്ചു കൊങ്ങൻ. എന്തോന്നാടാ ഇതൊക്കെ? വെയിറ്റ്, നിങ്ങളോട് ഇതൊക്കെ ആരാ പറഞ്ഞത്? ജീവ പഞ്ഞിയ. ഞാൻ ചോദിച്ചു ഭാര്യയുടെ പേരെന്താന്ന്. അപ്പൊ പറയുക ജോസിലിയാഞ്ഞ്. ഡെബി മനാഫിനെ നോക്കി ചിരിച്ചു. അതിന്റെ അർത്ഥം മനസ്സിലായതുപോലെ അമലിനും ചിരി പിരിഞ്ഞു. ഡിറ്റക്റ്റീവ്സ് ഇത് കണ്ടുപിടിക്കാൻ ഇറങ്ങിയതാണോ? എന്തായാലും കൊള്ളാം. പക്ഷേ പപ്പേ, ജീവിയുടെ ഭാര്യയും മനാഫിന് കല്യാണം കുറച്ച് കൊക്കില്ലേ? ഞങ്ങളെ ജീവിയുടെ ചെയ്താഞ്ഞേ. അത് കൊള്ളാലോ. ഞാനെന്താ അപ്പൊ പുറമ്പോക്കോ? ആന് ജീവ പാവ. അപ്പൊ ഇവനോ ഭയങ്കരൻ. ഡെബി പൊട്ടി വന്ന ചിരി അടക്കി രണ്ടാളെയും മോളിക്കുട്ടിയുടെ അടുത്തേക്ക് പറഞ്ഞു വിട്ടു. അല്ല, ഈ പോയ സൈസിലെ സാധനങ്ങളെ ഇനിയും പ്രതീക്ഷിക്കാമോ? മനാഫ് ചോദിച്ചു. അതൊക്കെ മേലെയാ ഇനി വരാനുള്ളത്. അവർക്ക് തട്ടാൻ ആളുകൾ കുറവാ. നിനക്ക് ഇവിടെ തന്നെ ഒരു വീടെടുത്ത് കൂടിക്കൂടെ? പ്രൊഡക്ഷൻ കമ്പനിയോ ഇങ്ങനെ. അപ്പൊ പിന്നെ പ്രൊഡക്ഷന്റെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. എനിക്ക് ദേഷ്യം വരുവേ. നീ ഒന്ന് കരച്ചു നിർത്തന്നെ കുഞ്ഞേ. റോസലിനെ കുറച്ച് സമയം കൊണ്ട് സമാധാനിപ്പിക്കാൻ ശ്രമിക്കുകയാണ് വൈക. എന്റെ അവസ്ഥ മനസ്സിലാക്കുമെങ്കിൽ അയാളും വിവാഹത്തിന് നിർബന്ധിക്കരുത്. ഇതെന്റെ അപേക്ഷയാണ്. ശരി, ആദ്യം ഈ മുഖം കഴുകി താഴേക്ക് വാ. ബാക്കി അവിടെ ചെന്നിട്ട് പറയാം. ഒരു വിധത്തിലാണ് വൈക റോസലിനെ താഴേക്ക് കൊണ്ടുവന്നത്. പക്ഷേ അവൾ പ്രതീക്ഷിച്ചതുപോലെ അവിടെ ഡെബിയോ മനാഫോ ആരും തന്നെ ഇല്ലായിരുന്നു. എന്നെ എവിടെയൊക്കെ കൊണ്ടുപോകുന്നത്? ഞാൻ പറയുന്നത് നീ വ്യക്തമായി കേൾക്കണം. എല്ലാം ഇങ്ങനെ ഉള്ളിലൊതുക്കി നടന്നിട്ട് കാര്യമില്ല. ഇപ്പൊ തന്നെ ഒരുപാട് വൈകി. ഇനിയും ഇങ്ങനെ തുടരാൻ പാടില്ല. അതുകൊണ്ട് ജീവനോട് എല്ലാം തുറന്ന് പറയണം.
റോസ്ലിൻ വൈകയുടെ കയ്യിൽ പിടിച്ചു നിർത്തി. എന്നെ സാറിന്റെ മുറിയിലേക്കാണ് കൊണ്ടുപോകുന്നത്? നിനക്ക് ഒട്ടും അംഗീകരിക്കാൻ കഴിയാത്ത കാര്യമാണ് മനോഹരമായുള്ള വിവാഹം എന്ന് എനിക്ക് മനസ്സിലായി. പക്ഷേ ഇവിടെ എല്ലാവരും അതിൽ ഒരുപാട് താല്പര്യം കാണിക്കുന്നുണ്ട്. അത് നിനക്ക് വേണ്ടിയാണ്. അപ്പോഴും നിന്റെ ഉള്ളിൽ ജീവിയാണെങ്കിൽ, ആ ലൈഫാണ് നീ ആഗ്രഹിക്കുന്നെങ്കിൽ, ഇപ്പോൾ ഈ നിമിഷം എല്ലാ സത്യവും അയാൾ അറിയണം. അവളൊന്നും പറയാതെ തിരികെ മുറിയിലേക്ക് നടക്കാൻ തുടങ്ങിയതും വൈക മുന്നിൽ കയറി നിന്നു. എവിടേക്കാ? ആരെയൊന്നുമാ നീ ഇങ്ങനെ ഓടി ഒളിക്കുന്നത്? നിനക്ക് പറയാൻ കഴിയില്ലെങ്കിൽ വേണ്ട. ഞാൻ ഇച്ചാനും കൂടി എല്ലാ സത്യവും ജീവനോട് പറയാം. അത് ചെയ്യരുത്. സാർ ഒരിക്കലും എന്നെ സ്വീകരിക്കില്ല. എന്ന് വെച്ച് എത്ര നാളാ ഇതെല്ലാം കണ്ടുകൊണ്ടിരിക്കുന്നത്? മാലിക കൂടി പറഞ്ഞിട്ടാ ഈ തീരുമാനം ഞാൻ ഇച്ചാനെ എടുത്തത്. നീ ഇപ്പൊ പറഞ്ഞില്ലെങ്കിൽ ഞങ്ങളായി തന്നെ പറയും. റോസ്ലിൻ വിഷമത്തോടെ അവളെ നോക്കി. സങ്കടപ്പെടുത്താൻ പറഞ്ഞതല്ലടോ. എൻ്റെ സ്വന്തം അനിയത്തിയായിട്ട് നിന്നെ കണ്ടിട്ടുള്ളൂ. ഇനിയും സ്വയം ഇങ്ങനെ നീറി നീറി ജീവിക്കരുത്. എല്ലാം തുറന്നു പറയേ. എന്നിട്ട് സ്വീകരിക്കുന്നില്ലെങ്കിൽ വേണ്ട. തുറന്നു പറഞ്ഞല്ലോ എന്നൊരു ആശ്വാസമെങ്കിലും കിട്ടില്ലേ? അല്ലെങ്കിൽ എത്ര നാളിങ്ങനെ തുടരും? ഞാൻ പറയാം ചേച്ചി. ചേച്ചി എന്നുള്ള വിളിയിൽ വൈക അവളെ സന്തോഷത്തോടെ ചേർത്ത് പിടിച്ചു. ഡോറ് തുറക്കുന്ന ശബ്ദം കേട്ടാണ് ജനാലിൽ കൂടി മുറ്റത്തേക്ക് നോക്കിക്കിടന്ന ജീവൻ ശ്രദ്ധ മാറ്റിയത്. വാതിൽ പടിയിൽ നിൽക്കുന്ന റോസ്ലിനെ കണ്ടതും അത് പ്രതീക്ഷിച്ചതുപോലെ അവൻ്റെ മുഖത്ത് മറ്റു ഭാവവ്യത്യാസങ്ങളൊന്നും വന്നില്ല. അവിടെ തന്നെ നിൽക്കാതെ അകത്തേക്ക് പോവാ, ജീവൻ പറഞ്ഞു. അവൾ അതിശയത്തോടെ അവനെ നോക്കി. എന്നാൽ അവനിൽ താൻ പ്രതീക്ഷിച്ച ചിരിയോ സന്തോഷമോ ഒന്നും തന്നെ ഉണ്ടായിരുന്നില്ല എന്ന് ബോധ്യപ്പെട്ടതും മറ്റൊന്നും ആലോചിക്കാതെ അകത്തേക്ക് കയറി. കല്യാണം ഉറപ്പിച്ചെന്ന് കേട്ടു. കൺഗ്രാജുലേഷൻ. ഇത് പറയാൻ വേണ്ടിയാണോ എന്നെ അകത്തേക്ക് വിളിച്ചത്? പറയണമെന്ന് കരുതിയതല്ല, എങ്കിലും അതാണ് അവൾ പറഞ്ഞത്. വിളിച്ചത് അതിനല്ല, പക്ഷേ ഇങ്ങനൊന്ന് അറിയുമ്പോൾ വിഷ് ചെയ്യണ്ടേ? അതിൻ്റെ ആവശ്യമല്ല. ആ കെട്ടി നടക്കാൻ പോണില്ല. ജീവൻ സംശയത്തോടെ അവളെ നോക്കി. പിന്നെ എന്തോ ഓർത്തു പോലെ ആ വിഷയത്തിലെ താല്പര്യമില്ലായ്മ മുഖത്തണിഞ്ഞു. എനിക്കൊരു കാര്യം ചോദിക്കാനുണ്ട്. ഞാൻ അറിയാത്ത എന്തെങ്കിലും കാര്യങ്ങൾ നിനക്കും മാമിക്കും ഇടയിൽ നടന്നിട്ടുണ്ടോ? ആ ചോദ്യത്തിനൊപ്പം അവളുടെ മനസ്സിലേക്ക് ഒരുപാട് ഓർമ്മകൾ കൂടി കടന്നു വന്നു. അതിൻ്റെ ഫലമായി കണ്ണുകൾ നിറഞ്ഞു, ചുണ്ടുകൾ വിറച്ചു. താങ്ങനെന്ന പോലെ അവൾ മേശയിലേക്ക് ചാരി നിന്നു. അവളിലുണ്ടായ മാറ്റത്തിൽ അവനും ഭയന്നു. റോസ്ലിൻ, താൻ ഓക്കെ അല്ലേ? സാററിയാത്ത ഒരേ ഒരു കാര്യം ഞങ്ങൾക്കിടയിൽ ഉണ്ടായിരുന്നുള്ളൂ. അത് സാറായിരുന്നു. എനിക്ക് മനസ്സിലായില്ല. ഞാനോ? അതിനർത്ഥം മനാഫ് പറഞ്ഞതുപോലെ ആ വിധനിക്ക് എന്തോ ദ്രോഹം ചെയ്തിരുന്നല്ലേ? അയാൾ അങ്ങനെ പറഞ്ഞു. ശരിയാണ്. അതിന് പക്ഷേ മിസ്സിൻ്റെ ഭാഷയിൽ ദ്രോഹമായി പറയാൻ കഴിയുമോ എന്ന് എനിക്ക് അറിയില്ല. ഒരുപക്ഷെ അതൊരു തമാശ മാത്രമായിരിക്കും. മനുഷ്യന് മനസ്സിലാവുന്നത് പോലെ വല്ലതും പറയേ. പറയാം. ഇത്രയും കാലം ഉള്ളിലൊതുക്കി. ഇനിയും വയ്യ എനിക്ക്. ചേച്ചി പറഞ്ഞതുപോലെ എല്ലാം തുറന്നു പറഞ്ഞു എന്നുള്ള സമാധാനങ്ങൾ ഉണ്ടാക്കുമല്ലോ. അവൾ പറഞ്ഞു തുടങ്ങി. ഒറ്റപ്പെട്ടവളെ ചേർത്ത് നിർത്തിയ അമല എന്ന അധ്യാപികയെ പറ്റി. അധ്യാപികയേക്കാൾ ഉപരി അവൾ കൂട്ടുകാരിയായ സമയത്തെ പറ്റി. മനസ്സിൽ മുട്ടിട്ട് പ്രണയം വളർത്താൻ ഒപ്പം നിന്ന അതേ സൗഹൃദത്തെ പറ്റി. കൂടെ നിന്ന് ചതിക്കുകയാണെന്ന് അറിയാതെ സ്നേഹം നിറഞ്ഞ വാക്കുകൾ വിശ്വസിച്ച് സ്വയം വിഡ്ഢിയായത്. ഒടുവിൽ വെറും കടലാസ് പോലെ പറത്തിയെറിഞ്ഞ സ്വന്തം സ്വപ്നങ്ങളെ പറ്റി. എല്ലാം പറഞ്ഞ് അവസാനിപ്പിക്കുമ്പോൾ ഒരു പൊട്ടിക്കരച്ചിലോടെ അവൾ നിലത്തേക്ക് ഊർന്നിരുന്നു. എന്നാൽ അവനിലുണ്ടായ അവസ്ഥ നിർവചിക്കാൻ കഴിയുന്നതിലും അപ്പുറമായിരുന്നു. വിശ്വസിക്കില്ല ഞാൻ. കള്ള നീ പറയുന്നത്, പച്ചക്കള്ളം. എൻ്റെ ആമി, അവൾക്ക് ഒരിക്കലും ഇങ്ങനെയാകാൻ കഴിയില്ല. സ്വാർത്ഥതയ്ക്ക് വേണ്ടി ഓരോന്ന് സൃഷ്ടിച്ചെടുക്കുകയാണ് നീ. അറിയാം ഉൾക്കൊള്ളാൻ കഴിയില്ല എന്ന്. അതെന്തുകൊണ്ടാണെന്ന് അറിയോ? അത്രമാത്രം ആമി എന്നൊരാൾ ഉള്ളിലുള്ളത് കൊണ്ട്. അയാളോടുള്ള പ്രണയം, അതിൽ നിറഞ്ഞു നിൽക്കുന്ന വിശ്വാസം. അപ്പൊ പിന്നെ ഞാനോ? എനിക്കും ഇതേ പ്രണയമല്ലേ ഉണ്ടായിരുന്നത്? നിർത്ത്. നീ ഇനി ഒന്നും പറയരുത്. ആമിയെ എനിക്കറിയാം. അവൾ ഏറ്റവും കൂടുതൽ സ്നേഹിച്ചത് എന്നെയാ. ആ എന്നെ സ്നേഹിക്കാൻ അവൾ നിന്നെ പ്രേരിപ്പിച്ചല്ലേ? കള്ളങ്ങൾ ഉണ്ടാക്കുമ്പോൾ കുറച്ചുകൂടി വിശ്വസിക്കാൻ കഴിയുന്നത് പറയണം. മിസ് നേരിട്ട് എന്നോട് സംസാരിച്ചതിനുള്ള തെളിവ് എൻ്റെ അടുത്തില്ല. പക്ഷെ എനിക്ക് വന്ന വോയിസ് മെസ്സേജുകൾ, ചാറ്റുകൾ എല്ലാം ഈ ഫോണിൽ അതുപോലെ തന്നെയുണ്ട്. ജീവൻ അപ്പോഴും മാമയുടെ തട്ട് തന്നെയായിരുന്നു മുൻതൂക്കം. റോസ്ലിൻ പറഞ്ഞതൊന്നും തന്നെ വിശ്വസിച്ചില്ല അവൻ. ഇനി നീ ഈ മുറിയിൽ വരരുത്. ഇറങ്ങിപ്പോ. ഈ ജീവൻ അവൻ്റെ ആമയെ വിശ്വാസ. നിനക്ക് വേണ്ടി ആ പാവം ഒരുപാട് സംസാരിച്ചിട്ടുണ്ട് എന്നോട്. മരിക്കുന്നതിന് മുമ്പ് നിന്നെ സഹായിക്കണമെന്ന് മാത്ര ആ പാവനോട് പറഞ്ഞത്. അതുകൊണ്ട് മാത്ര ഒറ്റപ്പെടലിന്റെ അവസ്ഥയിൽ നിനക്ക് വേണ്ടി മുന്നോട്ട് വന്നത്. അതിന്റെ നന്ദി മരിച്ച മുകളിൽ നിൽക്കുന്നവൾ വാക്കുകൾ കൊണ്ട് കൊന്നിട്ടല്ല അറിയിക്കേണ്ടത്. ഇത് തന്നെയാവും മറുപടി എന്ന് എനിക്ക് അറിയാം. ഇനിയും എല്ലാം കേട്ട് മിണ്ടാതെ പോകാൻ കഴിയില്ല. ബാക്കി പറയുന്നതിന് മുമ്പ് ഇതൊന്ന് കണ്ടു നോക്കൂ. അവൾ തൻ്റെ ഫോൺ അവൻ്റെ കയ്യിലേക്ക് കൊടുത്തു. അതിലെ ചാറ്റുകളും വോയിസ് മെസ്സേജുകളും കാണും തോറും ചതിക്കപ്പെട്ടവൻ്റെ വേദന അവനിലും നിറഞ്ഞു.